നമസ്കാരം, ഞാൻ ദിനേഷ് സബ്ബർണിക. വീഡിയോ നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോഴേ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് ഏത് വീഡിയോയിലാണെങ്കിലും അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു മൾട്ടിപെറ്റൽ ചെടിയാണ്. ഈ മൾട്ടിപെറ്റൽ ചെടി നല്ല ഭംഗി, പൂവ് കഴിയാറായത്, ഉണങ്ങി പോവാറായതാണ്. നല്ല ഭംഗിയുള്ളൊരു റോസും വൈറ്റും കൂടിയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ കട ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു കടയാണ്, മൾട്ടിപെറ്റലാണ്. ഏകദേശം 2 വർഷമായ പ്രായമായ ചെടിയാണ്. ഇതിൻ്റെ ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ 50 രൂപ, 60 രൂപ, 70 രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ മൾട്ടിപെറ്റൽ ധാരാളം പുറത്തുനിന്ന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്, വാങ്ങുന്നുണ്ട് ആളുകൾ. ഇങ്ങനെ വാങ്ങി ഇവിടെ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയണത്, ഞാൻ ഒരു കളറ്, എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു കളറ് വെറുതെ ഫേസ്ബുക്കിൽ ഇത് കണ്ട സമയത്ത് ഞാൻ ഒരു 10 ചെടി അങ്ങനെ വരുത്തി. ആ 10 ചെടിയും ബേബി പ്ലാന്റ് ആയിരുന്നു. ഒരു നമ്മളെ ചെറുവിരലിൻ്റെ വണ്ണം പോലും ഇല്ലാത്ത ചെടികൾ, വളരെ ചെറിയ ചെടികൾ. അപ്പോൾ ഏകദേശം ഇതിലൊക്കെ ഈ ചട്ടിയിലൊക്കെ കാണുന്ന ചെടികളുടെ ഒരു ട്രിപ്പിൾ സൈസ് അത്രയും നീളമുണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ നീളമാണ് ആകെ ചെടികൾക്ക് ഉണ്ടായിരുന്നത്. 15 സെൻറ്റിമീറ്റർ. ഈ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ എൻ്റെ ചെടികളിൽ നമ്മളെ ചെറുവിരൽ വണ്ണത്തിൻ്റെ പകുതി പോലും ഇല്ലാത്ത ചെടികളാണ്. അന്ന് എനിക്ക് തോന്നുന്നു 70 രൂപയായിരുന്നു കൽക്കട്ട എന്ന് വാങ്ങിയത്. അങ്ങനെ നമ്മൾ ആ ചെടി വാങ്ങി ഇവിടെ നട്ടിട്ട് 2 വർഷം കഴിഞ്ഞു. ഇത് 2 വർഷം കഴിഞ്ഞിട്ട് ഈ വണ്ണമായിട്ടുള്ളൂ. ഇതിൻ്റെ കാര്യം, നമ്മൾ ഈ ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ കുറേ എണ്ണം വില കുറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ബേബി പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്യാന്നാണ്. എന്താണ് ബേബി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ, ഏകദേശം 6-7 മാസത്തിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റിൻ്റെ മേലെ ഗ്രാഫ്റ്റ് ചെയ്യുക. ഗ്രാഫ്റ്റ് പിടിക്കും, അതിനൊരു പൊടിപ്പും ഉണ്ടാവും. അത് ബേബി പ്ലാന്റ് ആയത് കാരണം ബേബി പ്ലാന്റിന്റെ അടിഭാഗം ഇതല്ല കേട്ടോ. ബേബി പ്ലാന്റിന്റെ അടിഭാഗം എപ്പോഴും ഒരു ഗ്രീൻ കളർ കൂടുതലുള്ള പാർട്ടാ വരിക. വെള്ളം, ജലാംശം കൂടുതലുള്ള ചെടിയാണ്, മൂപ്പായിട്ടില്ല. അപ്പോൾ ആ മൂപ്പാവാത്ത ബേബി പ്ലാന്റ്, ലിക്വിഡ് ജലാംശം കൂടിയ ചെടിയുടെ മേലെ നമ്മളൊരു ഗ്രാഫ്റ്റ് വെച്ചാൽ പിടിച്ചാലും ഗ്രാഫ്റ്റ് നല്ല മൂപ്പുള്ളതാ, പക്ഷെ അടിയിലുള്ള ഭാഗം വളരെ മൂപ്പ് കുറഞ്ഞതായതുകൊണ്ട് ആ ചെടിക്ക് ഗ്രോത്ത് എൻ്റെ അനുഭവത്തിൽ പെട്ടെന്ന് ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ഈ അടിഭാഗം എപ്പോഴാണോ മെച്ചറാവുന്നത്, ആ മെച്ചറായതിൻ്റെ ശേഷമാണ് യഥാർത്ഥ വളർച്ച മുകൾ ഭാഗത്തെ ഗ്രാഫ്റ്റിന് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ 60-70 രൂപയുടെ അങ്ങനത്തെ ബേബി പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഏറ്റവും വില കുറഞ്ഞ വിലയ്ക്ക് പല കളർ പൂവിടുന്നതും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഗ്രോത്ത് ആയിട്ടില്ലെങ്കിൽ, വണ്ണം വെച്ചിട്ടില്ലെങ്കിൽ, എന്നാണോ അത് ഗ്രോത്ത് ആവുന്നത് അതിൻ്റെ ശേഷം മാത്രമാണ് അതിൻ്റെ ടോപ്പിലെ ഗ്രാഫ്റ്റിന് ഗ്രോത്ത് കിട്ടുക. അപ്പോൾ നമ്മളൊരു ചെടി മേടിച്ചു, നമ്മളത് കുഴിച്ചിട്ടു. എന്നോട് ഇത് ഞാൻ വീഡിയോ ഇടാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരാൾ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് 10-25ഓളം ചെടി ഇതേപോലെ വാങ്ങിയിട്ട് കുഴിച്ചിട്ടു. ഇപ്പോഴും ഒരു 1.5 വർഷമായി അതേ കണ്ടീഷനിൽ നിൽക്കുക. പൊടിപ്പ് ഇങ്ങോട്ട് പൊന്തി വരില്ല. പൊടിപ്പ് വന്നതിന് അതേപോലെ ഒരു വളർച്ചയെ. അപ്പം ഞാൻ ചോദിച്ചു, വളം, വെള്ളം, സൂര്യപ്രകാശം, ഇതെല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം പ്രോപ്പറായി തന്നെ കൊടുക്കുന്നു. ഇത്രയും എല്ലാം പ്രോപ്പറായി കൊടുത്തിട്ട് ഇതിന് വളർച്ച കിട്ടാത്തത് ഞാൻ പറഞ്ഞ ഈ അടിഭാഗം മെച്ചറാവാത്തത് കൊണ്ടാണ്. അതായത് കോഡക്സിൻ്റെ ആ ഭാഗം ജലാംശം കുറച്ച് വലിഞ്ഞിട്ട് കുറച്ച് ഹാർഡാവണം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം മേൽഭാഗം പിടിക്കും. എൻ്റെ അനുഭവമാണെന്ന് ഞാൻ പറയുന്നു. ഇത് നോക്കുക, ഇതിങ്ങനെ നീണ്ടു പോവാണ്, അടിഭാഗമാണ്. ഇനി അങ്ങനത്തെ ചെടി കിട്ടിയാൽ ചെയ്യാം. നമുക്ക് എന്ന് പൂവിടുമെന്നൊരു ലക്ഷ്യം ഇല്ലാതെ ചെടിക്ക് കൃത്യമായ നൈട്രജൻ വളങ്ങൾ കൊടുത്ത്, ഒരിക്കലും പൊട്ടാഷ്യം കൊടുക്കാൻ പറ്റില്ല, കാരണം പൂവാണ് വരിക, വളർച്ച കുറയും. നൈട്രജൻ വളങ്ങൾ കൊടുത്ത് കൃത്യമായ രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞാൽ ആ ചെടി കുറച്ച് കൂടി വണ്ണം വെച്ച് വരും. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഇത്. അപ്പോൾ നമ്മളൊരു 10 രൂപ 20 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ചെടി മേടിച്ചാൽ അത് ചിലപ്പോൾ 1 വർഷം 1.5 വർഷം അങ്ങനെ ഡെഡായ പോലെ അവസ്ഥയിൽ നിൽക്കും. പല ആൾക്കാരും പറയണം, നിങ്ങൾക്കും പല ആളുകൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ നേരെ തിരിച്ചും ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നല്ല ഗ്രോത്തും വന്നിട്ടുണ്ടാവും. അതിൻ്റെ കാര്യം ഇതാണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ സാധാരണ സംഭവിക്കുമ്പോൾ നമ്മൾ 70 രൂപയുടെ 80 രൂപയുടെ ചെടി മേടിക്കുന്നതിലും പകരം ഫേസ്ബുക്കിൽ കാണാം 100 രൂപയ്ക്ക് കുറച്ചും കൂടി ഈ ഭാഗം, ഇതപ്പോൾ ഏകദേശം ഒരു വൈറ്റ്, അതായത് ഒരു ഡാർക്ക് കളർ വരില്ലേ, ഗ്രീൻ കഴിഞ്ഞിട്ട് ഈ ഭാഗം ഗ്രീൻ കളർ കഴിഞ്ഞിട്ടൊരു ഡാർക്ക് കളർ, ഗ്രേ കളറോ വൈറ്റ് കളറോ ആയിട്ടുള്ള സ്റ്റെമ്മാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വെച്ചാൽ അത് എടുക്കാം. കാരണം അത് വലിയ കുഴപ്പമില്ലാതെ ഏകദേശം 1 വർഷം ആകുമ്പോഴാണ് അതിൻ്റെ ആ കോഡക്സിൻ്റെ ആ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ചേഞ്ച് വരിക.
അപ്പോൾ അങ്ങനത്തെ ഒന്നുകിൽ ഡാർക്ക് ഗ്രീൻ ആവണം, അല്ലെങ്കിൽ ലൈറ്റ് വൈറ്റ് ഷെയ്ഡിലേക്ക് പോകും. അങ്ങനെ മെച്ചറായ ചെടികളുടെ മേലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വളർച്ച കിട്ടും. അല്ലാതെ നിങ്ങൾ അതിന് എന്ത് വളം കൊടുത്തിട്ടും യഥാർത്ഥത്തിലുള്ളൊരു വളർച്ചയിലേക്കോ ഫ്ലവറിങ്ങിലേക്കോ എത്തില്ല. ഇത് പല ആളുകളും ഫോൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ്, എന്താണ് അത് അങ്ങനെ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു റീസൺ ഇതാണ്, ബേബി പ്ലാന്റിലെ ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, 10 രൂപയുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും സമയം വൈകിട്ട് പൂടുന്ന അവസ്ഥയിൽ എത്തിക്കേണ്ട. പിന്നെന്താ വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് സ്ഥലം വണ്ണം വെക്കാനുള്ളൊരു ഇത് കൊടുക്കണം. അത് അടിഭാഗം വണ്ണം കുറവും ഗ്രാഫ്റ്റ് ഭാഗം മെച്ചറായ പീസ് വേണം വെക്കുക. അപ്പോൾ അവിടേക്ക് വണ്ണം വെക്കാൻ അതിന് സാധിക്കില്ല, കവർ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ആ ഭാഗം വളരെ കുറവ്. ഇതെന്താ വെച്ചാൽ കുറേ ചെടികൾ ഉണ്ടാവുമ്പോൾ കുറേ എണ്ണം വിറ്റ് ഒഴിവാക്കാൻ, ചിലവാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ടെക്നിക്കാണ് ബേബി പ്ലാന്റ് ഗ്രാഫ്റ്റിങ്. അത് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ടോ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചോ ബൾക്കായിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അവർക്കിത് വിറ്റ് പോകണം എന്നുള്ളൊരു ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പരിപാലിച്ച് എത്തിച്ചാലും വളർച്ച ശരിയായ രീതിയിൽ എത്തില്ല. എന്നാൽ നമ്മളെ സാധാരണ ചെടി നിങ്ങൾ 1 വർഷമോ, ഞങ്ങൾ പറയില്ലേ 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കടയിൽ നല്ല സൈസാവും, ചെടിക്ക് നല്ല കരുത്ത് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വേറെ അനുഭവങ്ങളുള്ള ആളുകൾ ആ കമൻറ്റ് ചെയ്തോളൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഈ ചെറിയ പ്ലാന്റ് വാങ്ങി ശരിയായ വളർച്ച, ഇനി വളരുകയാണെങ്കിൽ എങ്ങനെ വരുമെന്നറിയോ, നേരെ മേലേക്ക് ഹൈറ്റായി അങ്ങനെ പോകും, ബ്രാഞ്ച് ഒന്നും വരാതെ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ആ മേലേക്ക് നീണ്ടു പോവും, അടി വണ്ണം വെക്കില്ല. ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ മെച്ചറായ പ്ലാന്റുമേ ഗ്രാഫ്റ്റ് ചെയ്തതാണോ എന്നുള്ളത് ചോദിച്ചു നോക്കി. നമ്മളോട് ചോദിക്കും ചില ആൾക്കാർ, ഞാൻ എപ്പോഴും പറയണം 2-2.5 വർഷമായ ചെടിയാണ് നമ്മൾ വലുത് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ വലുതിനുള്ള ആളുകൾ മാത്രമേ വിളിക്കാറുള്ളൂ നമ്മളോട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ഏകദേശം എത്ര പ്രായമായി, അപ്പോൾ അറിയുന്ന ആളുകൾ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ട് ഇപ്പോൾ കൽക്കട്ടയൊക്കെ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഫോൺ ചെയ്യലൊന്നും ഉണ്ടാവില്ല, മെസ്സേജ് ആവും. അതുകൊണ്ട് നമുക്ക് വരുന്നതാണ്. കൽക്കട്ട എന്ന് മാത്രമല്ല കേട്ടോ, കൽക്കട്ട നല്ല ചെടി വരുന്നുണ്ട്. ഇങ്ങനെ കുറഞ്ഞ റേറ്റിന് കൊടുക്കുന്ന, മത്സരിച്ച് കൊടുക്കുന്ന ഒരു രീതി വരുമ്പോൾ അവർക്ക് ലാഭം കിട്ടാൻ 5 രൂപ 10 രൂപ ലാഭം കിട്ടാൻ ചെയ്യുന്ന ഒരു പരിപാടി ബേബി പ്ലാന്റ് ഗ്രാഫ്റ്റ്. പിന്നെ നഴ്സറിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്തരം ചെടികൾ എടുത്ത് കുറച്ച് കാലം വളർത്തി, ഇനി ഈ വണ്ണം വെപ്പിക്കാൻ പണിയുണ്ട് കേട്ടോ. അങ്ങനത്തെ ബേബി പ്ലാന്റ് ഗ്രാഫ്റ്റ് കിട്ടിയാൽ യാതൊരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ മേടിച്ചിട്ട് ഈ ഗ്രാഫ്റ്റ് മേടിച്ചിട്ട് അത് ഒരു 2-3 മാസം വളർത്തി ഒരു ലേശം നാമ്പ് പുറത്തേക്ക് വരികയാണെങ്കിൽ ആ നാമ്പ് മുറിക്കുക. ഓരോ തവണ ആ നാമ്പ് വരുമ്പോഴും മുറിച്ച് കളയുക. ആ മുറിച്ച് കളയും തോറും കോഡക്സ് ഇങ്ങനെ വണ്ണം വെച്ച് വരും. അതിനനുസരിച്ച് കൃത്യമായ നൈട്രജൻ വളങ്ങളും കൊടുക്കുക. അങ്ങനെ ഒരു കൊല്ലം ഈ മുറിച്ച് എല്ലാ തലയൊക്കെ കട്ട് ചെയ്തുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഇതിൻ്റെ കടഭാഗം വണ്ണം വെച്ചു എന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ പൊട്ടാഷ് വളങ്ങൾ ഇട്ട് കൊടുത്ത് ഈ മുറിക്കൽ ഒരു തവണ നിർത്തിയാൽ വേഗം ഫ്ലവറും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അനുഭവമുള്ളവർ അത് കമൻറ്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ നമ്മളോരോ മത്സരം നടത്തുമ്പോൾ ആ മത്സരത്തിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് വാട്സാപ്പിലേക്ക് കോൾ ചെയ്യാനല്ല വാട്സാപ്പിൽ കമൻറ്റ് ചെയ്യാൻ പറയും. കാരണം യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ ആളുകളെ തിരിച്ച് വീണ്ടും കോണ്ടാക്റ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ സീനിയർ സിറ്റിസണിന് കൊടുത്തിട്ടുള്ള സമ്മാനം ഇവിടെ ഇരിക്കുകയാണ്. മുന്നത്തെ 2 സമ്മാനം അത് പിന്നെ ആ മത്സരം എക്സ്പയർ ആയി. ഇനിയിപ്പോൾ ഈ സീനിയർ സിറ്റിസൻ്റെ സമ്മാനം വഴിക്കും നമ്മൾ ഈ സമ്മാനം പ്രഖ്യാപിച്ച് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ പലരും കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കമൻ്റ് ഇട്ട ആളുകൾ തിരിച്ച് വാട്സാപ്പിലും കൂടി ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ സീനിയർ സിറ്റിസന് സമ്മാനം കിട്ടിയ ആ വീഡിയോയും കൂടി ഇതിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് സമ്മാനം കിട്ടിയെന്ന് നോക്കി അവർ കോണ്ടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.